ഞങ്ങളൊരു 2 ഡേയ്സ് ട്രിപ്പ് പോവാണേ. ഒരുപാട് ദൂരേക്കൊന്നുമല്ല കേട്ടോ, വയനാട്ടിലേക്കാണ്. നമ്മൾ കുറച്ച് ദിവസമായി പ്ലാൻ ചെയ്യുന്നു ഒരു ബൈക്ക് റൈഡ് പോകണമെന്ന്. അപ്പോൾ ഇന്നതിന് പറ്റി. നമ്മൾ മുന്നേ ഒക്കെ അത്യാവശ്യം കുറച്ച് ദൂരമൊക്കെ പോകാറുണ്ടായിരുന്നേ. ഇപ്പോൾ ഒട്ടും ബൈക്കിൽ ലോങ് പോകാറില്ല, പ്രായമായില്ലേ. ഞങ്ങളൊരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. വെയിലൊക്കെ ഒന്ന് കുറയട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇറങ്ങിയത്. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കൽപ്പറ്റ എത്തി. എന്നിട്ട് നമ്മളവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്. ഫുഡൊക്കെ കഴിച്ച് വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രഷായി വേഗം കിടന്നു കേട്ടോ. പിറ്റേ ദിവസം ഞങ്ങൾക്ക് വൈത്തിരിയിലാണ് സ്റ്റേ. പോകുന്ന വഴിക്ക് ലാൻഡ് സ്ലൈഡിൽ വീട് നഷ്ടമായവർക്കുള്ള ടൗൺഷിപ്പ് പ്രൊജക്റ്റും കണ്ടിരുന്നു. ഹലോ ഗൈസ്, നമ്മളിവിടെ ഉള്ളത് ലാൻഡ് സ്ലൈഡിൽ വീട് നഷ്ടമായവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന സ്ഥലത്താണ്. സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനൊരു വീട് കിട്ടിയതുകൊണ്ട് ആർക്കും നഷ്ടമായതൊന്നും തിരിച്ചു കിട്ടില്ല എന്നറിയാം. എന്നാലും അവർക്കൊരു വീടായല്ലോ എന്നുള്ള സന്തോഷം. ഓരോ വീടുകളാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് പാർക്കിങ്ങും അതേപോലെ നല്ല ഏരിയ ഉണ്ട് കേട്ടോ, മതിലൊക്കെ കെട്ടി. പിന്നെ ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് പോയി. ശരിക്കും വയനാട് അല്ല, ഞാൻ കണ്ട വയനാട് ഏറ്റവും ബ്യൂട്ടിഫുൾ വൈത്തിരിയാണ് കേട്ടോ. പിന്നെ വയനാട് ഈ ടൈം നല്ല ചൂടാണ് കേട്ടോ. തണുപ്പ് പ്രതീക്ഷിച്ച് ആരും ഇങ്ങോട്ടേക്ക് വരാത്തതാണ് നല്ലത്, പ്രത്യേകിച്ച് ബൈക്കിൽ. നല്ല ചൂടും കൂടി ആയതുകൊണ്ട് നമ്മളൊരു കരിമ്പ് ജ്യൂസും കൂടെ കുടിച്ചു. ജ്യൂസ് അങ്ങ് എത്തിയപ്പോൾ എന്തോ ഒരു ആശ്വാസം. സൗരവേട്ടൻ അതിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. വൈത്തിരിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഡ്രൈവേ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിലേക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ പോകുന്ന വഴിയിൽ തന്നെ നമ്മളിങ്ങനെ വിചാരിക്കും, ഈ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു റിസോർട്ട് ഇത്രയും. നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഒരു കാട് ആ ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോസ് കാണുമ്പോൾ ഉണ്ടാവുക. ഈ ഒരു ഏരിയ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ല ഇങ്ങനൊരു റിസോർട്ട് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം. ഞങ്ങൾ ഈ ട്രിപ്പ് പോയത് മാർച്ചിലായിരുന്നു. മാർച്ച് ഒരു ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പോയത്. ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. എൻ്റെ എഡിറ്റ് ചെയ്യാൻ കുറച്ച് മടിയായതുകൊണ്ട് ഞാൻ ലേറ്റായിപ്പോയി ഇടാൻ. ഞങ്ങളിത് ഈ ഒരു റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ എത്തിയപ്പോൾ തന്നെ നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. ഇവിടെ നല്ല കുറേ മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു റിസോർട്ടായിരുന്നു ആക്ച്വലി. പിന്നെ നമുക്കിവിടെ നിന്ന് വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് നമ്മൾ റൂമിലേക്ക് പോയി. ഇവർ തന്നെ നമ്മൾ ഒരു വണ്ടിയിൽ നമ്മളവിടെ ഇറക്കി തരും. മീൻസ് അത്ര ദൂരമൊന്നുമില്ല റൂമിലേക്ക്, എന്നാലും കുറച്ചൊരു കയറ്റം. അതുകൊണ്ട് ലഗേജ് ഉള്ളതുകൊണ്ട് നമ്മളെ റൂമിലേക്ക് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം നമുക്ക് അവർ തന്ന റൂം ഇതായിരുന്നു. ഇവിടെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു, റൂമും നല്ലതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നോയ്സ്. നമ്മൾ ഇവിടെ നല്ലൊരു പീസായിട്ട് ഇരിക്കാൻ വേണ്ടിയല്ലേ വന്നത്. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞ് നമ്മൾ റൂം മാറ്റി. രണ്ടാമത്തെ റൂമിൻ്റെ ബാൽക്കണിയാണിത്. നമ്മൾ റൂം മാറ്റണമെന്ന് അവരോട് പറഞ്ഞ സമയത്ത് അവർ ആദ്യം പേയ്മെൻറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വേണ്ട, പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പേയ്മെൻറ്റ് തരണ്ട, നിങ്ങൾ ആദ്യത്തെ റൂമിൻ്റെ സെയിം പൈസ തന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ആയി. പക്ഷെങ്കിൽ ഇവിടുന്ന് അവിടെ ഉള്ളതുപോലെയല്ല, ഇവിടെ കുറച്ചും കൂടി ഒരു മൗണ്ടൻ വ്യൂ ആണ് വരുന്നത്. അപ്പം അതിനോട് ഈ റൂമിന് കുറച്ച് റേറ്റും കൂടുതലാണ്. പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടെ വലുപ്പം ഈ റൂമിലുണ്ട്. ഹലോ, അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി പീസായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ്, ഒരു മൗണ്ടൻ വ്യൂ ആണ് വരുന്നത്. നമുക്ക് ഈവനിങ് ട്രക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല പീസായിട്ടുള്ള ഒരു റിസോർട്ടാണ്. നമ്മൾ ആദ്യം ഒരു റൂമിൽ പോയിട്ടുണ്ടായിരുന്നേ. നമുക്ക് ആദ്യം അവർ തന്ന റൂം നല്ലതായിരുന്നു. പക്ഷെ പുറത്ത് ഭയങ്കര ബഹളം, എന്തൊക്കെയോ വേറെ കോട്ടേജുള്ള ആൾക്കാർ പാട്ടൊക്കെ വെച്ചിട്ടും, അതേപോലെ ഇവിടെ പൂളിൻ്റെ വർക്ക് പണിക്കാരല്ലേ. അപ്പോൾ പണിക്കാരങ്ങനെ പാട്ട് റിനോവേഷൻ നടക്കുന്നോണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഓഫ് സീസൺ ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നോയ്സെല്ലാം ആയിട്ട്, പിന്നെ നമ്മൾ മെയിനായിട്ട് പൂളുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ പൂളും കൂടി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആകെ ഒരുമാതിരിയായി. നമ്മളെ മൂടൊക്കെ പോയി. അപ്പോൾ റൂമിലാണെങ്കിൽ ഫുൾ നോയ്സും. അപ്പോൾ നമുക്കിങ്ങനെ പുറത്തിങ്ങനെ ഒരു ബാൽക്കണി പോലും ഇരിക്കാൻ പറ്റാത്തൊരു ഇതായതുകൊണ്ട് നമ്മൾ റൂം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റായി. ഇവിടെ കുഴപ്പമില്ല, പീസാണ്.
പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്തു. പിന്നെ ഒരു ഈവനിങ് ഒരു 4:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അടുത്താണെന്ന് പറഞ്ഞത്, കുറച്ച് ദൂരമുള്ള നമ്മൾ ട്രക്കിങ്ങൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച കുറച്ചധികം ദൂരം ഉണ്ടാവുമെന്ന്. പക്ഷേങ്കിൽ വളരെ അടുത്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവർ പറഞ്ഞു മുകളിലോട്ടൊക്കെ പോവാം, പക്ഷേങ്കിൽ എന്താ അവിടെ കുറച്ച് എന്താ മൃഗങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവർ മൃഗങ്ങൾ മാത്രമല്ല എന്തൊക്കെയോ ഉണ്ട്, നമുക്കറിയില്ല എന്താന്ന്. അപ്പോൾ ഉണ്ട്, അതുകൊണ്ട് ആ ഒരു സൈഡിലേക്ക് പോകാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ കുറച്ച് ദൂരം നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു. പക്ഷെ ആ ഒരു പോയ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നല്ല വെർത്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഈ സമ്മറിൽ വന്നതുകൊണ്ട് എന്താ ഇവിടെ വെള്ളമില്ല, അല്ലാത്ത ഇപ്പോൾ എന്താ മൺസൂൺ ആ ടൈമിൽ വരികയാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉണ്ടാവും, കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ടാവും എന്നാണ് ഇവർ പറഞ്ഞത്. നമ്മൾ കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് പേടിയാവും കേട്ടോ. അവർ ഈ 4:30 എന്നുള്ള ടൈം പറഞ്ഞത് തന്നെ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. കുറച്ച് ഒരു ഇരുട്ട് പോലെ തോന്നുന്നുണ്ട് കുറച്ച് ഉള്ളിലോട്ടേക്കൊക്കെ പോകുമ്പോൾ. പിന്നെ ഒരു 5 വരെയൊക്കെയാണ് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ മാക്സിമം. അതിനുശേഷം അവർ അവിടെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇങ്ങനെയുള്ള റിസോർട്ടിലൊക്കെ ഇല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫാമിലി ആയിട്ട് മീൻസ് കുറേ ആൾക്കാരൊക്കെ ആയിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. എന്താ ഇപ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്ന് വർത്താനം പറയാനും ഒക്കെ നല്ല ഒരുപാട് സ്പെൻഡ് ചെയ്യാനുള്ള എന്താ ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല രസമായിരിക്കും കുറേ പേരൊക്കെ ഉണ്ടാകുമ്പോൾ. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലോണം ബോറടിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ എന്തെങ്കിലുമൊക്കെ ഗെയിമൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്താ ഇങ്ങനെയൊക്കെ ഓരോ ഗെയിമൊക്കെ ചെയ്തു. പിന്നെ അതേപോലെ ക്യാരംസൊക്കെ കുറച്ച് നേരം കളിച്ചു. അങ്ങനെ സാർ ഇത് ഞാൻ ഇട്ടോ വീഡിയോയിൽ കേട്ടോ. ചേട്ടാ നമ്മളെന്താ ഇത് പറഞ്ഞേ, സ്നാക്സ് ഒക്കെ എന്താ പറഞ്ഞേ? നഗറ്റ്സ്, ചിക്കൻ നഗറ്റ്സ്, പിന്നെ ബ്ലാക്ക് കോഫി, ഒരു ചായ. പാക്കറ്റ് നഗറ്റ്സ്. ഒന്നുകൂടി പറ സാറേട്ടാ, ഒന്ന് പറ, എന്നാ പറ. നിഗൂഢമായ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ നമ്മുടെ ഭാഷ മാറ്റം. എന്നിട്ട് ലാസ്റ്റ് ഡയലോഗ് പറ. എന്നിട്ട് ഭാഷയ്ക്ക് മാറ്റം വന്ന ഊവെന്ന് പറയും. ഭാഷ എന്തിനു പറഞ്ഞേ? ഭാഷ ഒരുമാതിരി വൃത്തിയായിരിക്കും. ഓ ആ അതന്നെ അതന്നെ പറയാ. ഈവനിങ് ഒക്കെ ആവുമ്പോൾ ഈ ഒരു ടൈമൊക്കെ ആവുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ വ്യൂ കാണാൻ. ഈ ഫോണിൽ ഇപ്പോൾ എത്രത്തോളം അത് മനസ്സിലാവും എന്നറിയില്ല, ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. ചേട്ടാ ഈ പ്രോപ്പർട്ടീനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം പറയും. നല്ല പ്രോപ്പർട്ടിയാണ്, നല്ല വ്യൂ, അത്രേ ഉള്ളൂ. വേറെന്താ പറയാ, ആംബിയൻസ് ആണെങ്കിലും നല്ലതാ അല്ലേ? ഇവിടെ TV ഇല്ല, അതേപോലെ AC ഇല്ല അല്ലേ? AC റൂംസ് ഉണ്ടോ അവിടെ? ഇല്ലാന്ന് പറഞ്ഞു. AC റൂംസ് ഇല്ല, പക്ഷെ TV ഇല്ല കേട്ടോ. പക്ഷെ TV വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട ശരിക്കും പറഞ്ഞല്ലേ.
ഇതൊരു ഹിഡൻ പ്ലേസ് പോലെ ഉണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ടൈം ഏകദേശം എത്ര ആയിട്ടുണ്ടാവും സാറേട്ടാ? നോട്ടിഫിക്കേഷൻ സമയം ടൈം ഇപ്പം ഏകദേശം ഒരു 6:45 എന്താ നമ്മൾ ഈ വൈകുന്നേരം ടൈമിലൊക്കെ ഇവിടെ ഇരിക്കാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഭംഗിയാ, ആ, മലയാളം നല്ലൊരു ആംബിയൻസ് ഉണ്ട്. ഈ സമയത്ത് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു മോർണിംഗ് നല്ല രസമുണ്ടാവും കാണാൻ ചിലപ്പോൾ, അല്ലേ? പക്ഷെ ഇതില്ല, എന്തില്ല? പോകുന്നുള്ളൂ. ആ, അതില്ല. പിന്നെ ഇതൊരു സമ്മർ സീസൺ ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് നല്ലൊരു ബെസ്റ്റ് ക്ലൈമറ്റും അല്ലല്ലോ. എന്നാലും നമ്മൾ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര ചൂടില്ല അല്ലേ? അതൊരിക്കലും ഉണ്ടാവില്ലല്ലോ. ആ, ആ അതെ, നമ്മൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു ചൂടില്ല. പക്ഷെ ഭയങ്കര എന്താ വെച്ചാൽ ഒരു തണുപ്പും ഇല്ല, ഒരു കൂൾ ക്ലൈമറ്റ് എന്ന് പറയും. കൂൾ ക്ലൈമറ്റ്. യെസ്. സാറേട്ടാ, ഞാൻ ഇയാളെ പരിചയപ്പെടുത്തട്ടെ. ആർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ? എൻ്റെ 100 സബ്സ്ക്രൈബേഴ്സിന്. അതിനകത്ത് 10 നിന്റെ ഫേസ് ഉണ്ട്, ബാക്കി മൊത്തം നമ്മളെ ഫ്രണ്ട്സ്. എന്താ 100 സബ്സ്ക്രൈബേഴ്സ് എന്നെല്ലാം പറഞ്ഞ വലിയ കാര്യല്ലേ? അത് വലിയ കാര്യം തന്നെ അല്ലേ? ആ, പിന്നെന്താ. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, സൗരവ് എന്നാണ് പേര്. സൗരവ് എന്താ ചെയ്യുന്നത്? സൗരവ് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. നല്ല പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞ പോലെ ഒരു പേടി തോന്നുന്നില്ല സാറേട്ടാ? പേടിയോ? എനിക്കെന്തോ ഒരു പേടി പോലെ തോന്നുന്നുണ്ട്. ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര സൈലന്റ്. പിന്നെ അതേപോലെ ഫുൾ ഒരു കൊടുങ്കാടല്ലേ, ആരും അങ്ങനെ കാണുന്നുമില്ല. എനിക്ക് പേടിയാട്ടോ. സാറേട്ട പേടിയുണ്ടോ? എനിക്ക് നിന്നെയാ പേടി. ഇഷ്ടാ. അവിടെ മുകളിൽ വലിയൊരു മലയുണ്ട്, കാണുന്നുണ്ട്. ഇല്ല അന്ന് മുകളിൽ ഒരു മല, അത് കാണുള്ള ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാല് അങ്ങനെ കാണുന്നില്ല. Interesting ground this because of the short, the bigger side boundaries. The slower bouncers generally tend to work. ഇതിവിടുത്തെ മോർണിംഗ് വ്യൂ ആണ്. മോർണിംഗ് വ്യൂ ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളിയാണ്. ഭയങ്കര റിലാക്സേഷനൊക്കെ തോന്നും. ആ ഒരു സൗണ്ടും ആ ഒരു സ്മെല്ലും എന്താ പറയണ്ടേന്ന് അറിയില്ല. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ലേറ്റായി, അവർ വിളിച്ചപ്പോഴാണ് ഞങ്ങൾ പോകുന്നത്. ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ലോണം ഉറങ്ങി. ഞാൻ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ കേട്ടോ, സരേട്ടൻ ഉറക്കുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ കഴിച്ചിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റിന് ബട്ടൂറ. എങ്ങോട്ടേക്കാ? നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, ബൈ. നമ്മള് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ ചായപ്പൊടിയും കപ്പൊടിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ പോയത് ഗോ കാർട്ടിങ് ചെയ്യാനായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഗോ കാർട്ടിങ് ചെയ്യുന്നത്. ആക്ച്വലി നല്ലൊരു ഫീലായിരുന്നു അത് ചെയ്യുമ്പം തന്നെ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഡ്രൈവിങ് തന്നെ പഠിക്കാൻ പോകാതെ എനിക്ക് കുറച്ച് പേടിയായതുകൊണ്ടാണ്. അപ്പം ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നില്ല എന്നൊരു നിർബന്ധിച്ചെന്നെ ചെയ്യിപ്പിച്ചാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. കേരളത്തിൽ തന്നെ ബിഗ്ഗസ്റ്റ് ഗോ കാർട്ടിങ് കാർട്ടും കൂടിയായിരുന്നു.
പിന്നെ ഞങ്ങളിങ്ങനെ തേയിലത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ പോയി അങ്ങനെ നമ്മൾ കുറച്ച് ചോക്ലേറ്റും വാങ്ങി വീട്ടിലേക്ക് പോയി. അപ്പം അത്രയേ ഉള്ളൂ.